ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ വണ്ടി അത് ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റും മിസ്സിങ്ങാണ് പറഞ്ഞിരുന്നത്. സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കുമ്പോൾ വേറെ പറയത്തക്ക വേറെ കംപ്ലയിൻ്റ് ആയിട്ട് ഒന്നും കാണണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം നോക്കി, ഇന്നലെ നോക്കി, ഇന്നും നോക്കിയിട്ട് നമുക്ക് വേറെ അങ്ങനെ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്നൊരു പ്രോബ്ലം ഒന്നും കിട്ടിയില്ലായിരുന്നു. വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടിങ് ആയിരുന്നു. പിന്നെ ആ ഫസ്റ്റ് എടുക്കുമ്പോൾ ഉള്ള ഒരു ജസ്റ്റ് ഒരു ടൈം ലാഗ് അത് മാത്രമേ കാണിച്ചുള്ളൂ. അത് കഴിഞ്ഞ് അപ്പം തന്നെ വണ്ടി വാമായിരുന്നു. വേറെ പറയത്തക്ക വേറെ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായില്ലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ മാക്സിമം ഉപയോഗിച്ച് അതിൻ്റെ പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മില്ലിങ്ങൊക്കെ തിരിച്ച് ക്യാമൊക്കെ തിരിച്ചാണ് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം പരമാവധി ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ക്യാമൊക്കെ തിരിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഈ ഡാംബർ റബ്ബർ സെറ്റ് അത്യാവശ്യം പ്ലേ ആയിട്ടുണ്ട്. അത് കൂടാതെ കൊണ്ട് നമ്മൾ ഇങ്ങനെ വണ്ടി അഴിക്കണ സമയത്ത്, വീൽ അഴിക്കണ സമയത്ത് നമുക്ക് ഈ സൈഡിലത്തെ ബെയറിംഗ് ഇട്ട് ചടി പോന്നു. ആ ബെയറിംഗാണ് ഈ കാണുന്നത്. ബെയറിംഗ് വലിയ പഴക്കമില്ല. അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സീറ്റിങ്ങാണ് കംപ്ലയിൻറ്റ് വരും കേട്ടോ. കാരണം സീറ്റിങ്ങിനകത്ത് ശരിക്കും ബെയറിംഗ് ഇരിക്കുമ്പോൾ ഈ ഭാഗം നല്ല ഔട്ടർ നല്ല ടൈറ്റിൽ വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ അതൊരു ഔട്ടർ ലൂസാണ് ശരിക്കും. അപ്പോൾ ഒന്ന് പഞ്ച് ചെയ്ത് കയറ്റിയിട്ട് ഒരു പ്രാവശ്യം പഞ്ച് ചെയ്തേക്കണതാണ്. വീണ്ടും ഒന്ന് പഞ്ച് ചെയ്തിട്ട് കയറ്റി റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബ്രേക്ക് ലൈനറും ബാക്കിലത്തെ ഈ വീൽ റബ്ബർ സെറ്റും കൂടി നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ. ചെയിനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ. അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചൊക്കെ ഉണ്ട്. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ കുഴപ്പമില്ല. പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു, നല്ല ഓയിലാണ്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ. ലൈനറൊക്കെ അത്യാവശ്യം നല്ല ലൈനറാണ്. കമ്പനി ലൈനറൊന്നുമല്ല, പക്ഷെ എന്നാൽ പോലും പുതിയ വലിയ പഴക്കമില്ലാത്ത ലൈനറാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്താൽ മതി. ഇത് ASK എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണത്. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഹബിനകത്തൊക്കെ നോക്കുമ്പോൾ അറിയാം, പൊടിയുണ്ട് ഇതിനകത്ത്. അതായത് തേയ്മാനം കൂടുതലായിരിക്കും. അതായത് ഇതിന് ഈ ലൈനർ ഉരയണ സമയത്ത് ഇതിനകത്ത് പൊടി ഒരുപാട് കൂടുതലായിട്ട് വരും. ആ പൊടിയും കൂടി ഇതിനകത്ത് കിടന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഹബിന് തേയ്മാനം കൂടുതലായിരിക്കും. അതാണ് മെയിനായിട്ട് എൻ്റെ കംപ്ലയിൻറ്റ്. പിന്നെ എപ്പോഴും ബ്രേക്ക് സൗണ്ടിൻ്റെ കേസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അതായത് ഒരു സ്മൂത്ത്നെസ് ഇല്ലായ്മയാണ്. പിന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ഓക്കെ. പിന്നെ ബാറ്ററി ഇരിക്കണ ആമറോണിൻ്റെ ബാറ്ററിയൊക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാം.